ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ആരോഗ്യ വിവരങ്ങൾ പറയാം. ജനറൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിക്കുന്നതിലുള്ള ശ്രദ്ധ, ആഹാരത്തിന്റെ ക്രമീകരണങ്ങളിൽ അതിൽ ചേർക്കേണ്ടവ, ചേർക്കാൻ പാടില്ലാത്തവ, അങ്ങനെ ജനറലായിട്ട് നമ്മൾ ചേർക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയാം. ഇതില് ഇപ്പൊ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം. വെള്ളം കുടിക്കുന്നത് എത്രത്തോളം വേണം എന്നുള്ളത് പൊതുവെ പറയാ 2.5 ലിറ്റർ വെള്ളം എന്നുള്ളൊരു തരത്തിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലര് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 1/2 ലിറ്ററോ 3/4 ലിറ്ററോ ഒക്കെ ഒന്നിച്ചു കുടിക്കും. ചിലര് 1 ലിറ്റർ വരെ ഒരുമിച്ച് കുടിച്ച് അതൊരു ക്ലെൻസിങ്ങിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് ചെയ്യുന്നുണ്ട്. ഇനി അതായത് ഒരു ദിവസത്തിൽ എനിക്ക് 2.5 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് കുടിക്കണോ, ഇങ്ങനെ പല തവണകളായിട്ട് കുടിക്കണോ, എത്ര അളവ് വെച്ചിട്ട് കുടിക്കണം, അതിനെ കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തതയില്ല. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് WHO കണക്ക് പ്രകാരം 1 കിലോ ശരീരഭാരത്തിന് 40 ml വെള്ളം എന്നുള്ളൊരു കണക്കാണ് തന്നിട്ടുള്ളത്. എന്ന് വിചാരിച്ച് ഈ ഒരു പ്രത്യേക അളവിൽ കൂടാൻ പാടില്ല എന്നോ കുറയാൻ പാടില്ല എന്നോ നിർബന്ധമില്ല. ഏകദേശം 1 കിലോ ശരീരഭാരമുള്ള ഒരാൾക്ക് 1 കിലോ ഭാരത്തിന് 40 ml വേണം. അതായത് 25 കിലോ ഭാരമുള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളമെങ്കിലും അയാൾ കുടിക്കണം. 50 കിലോ ഭാരമുള്ള ഒരാള് 2 ലിറ്റർ വെള്ളം കുടിക്കണം. 75 ആവുമ്പോ 3 ലിറ്റർ. എന്നാൽ ഇതിപ്പോ തീരെ നമ്മൾ വിയർക്കാത്ത ഒരു സാഹചര്യത്തിലാണ്, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള തരത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒട്ടും തന്നെ വിയർപ്പിലൂടെ ജലനഷ്ടമില്ല എന്ന് വരുമ്പോ ഈ കണക്കിൽ വ്യത്യാസം വരാം. നമ്മുടെ വെള്ളത്തിന്റെ റിക്വയർമെന്റ് കുറയാം. ഇനി അധികമായിട്ട് വിയർക്കുന്ന നല്ല കഠിന അധ്വാനമുള്ള ജോലിയാണെങ്കിൽ, ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നു, അപ്പൊ നല്ല ചൂടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിയർപ്പിലൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു ജലനഷ്ടമുണ്ട്. അപ്പൊ അവിടെ അധികമായിട്ടുള്ള വെള്ളത്തിന്റെ ആവശ്യം വരാം. അപ്പൊ അവിടെയൊന്നും ഈ കണക്ക് കൃത്യമായിട്ട് നമുക്ക് പുലർത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ ഒരു 25 കിലോ ഭാരമുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് വഴിയും ശ്വാസോച്ഛ്വാസം വഴിയും മലമൂത്ര വിസർജനം വഴിയും എല്ലാമായിട്ട് ഏകദേശം 1 ലിറ്ററോളം വെള്ളം പുറന്തള്ളപ്പെടുന്നുണ്ട് ദിവസേന. അപ്പോ അതിന് തത്തുല്യമായിട്ടുള്ള ഒരളവ് നമ്മൾ വെള്ളം കുടിക്കുക എന്നതിലൂടെ ശരീരത്തിന് ലഭിക്കണം. അപ്പൊ അതാണ് ഈ ഒരു അളവ് പറയുന്നത്. ഇത് എങ്ങനെ കുടിക്കണം, അല്ലെങ്കിൽ എത്ര തവണകളായിട്ട് കുടിക്കണം, ഒറ്റയടിക്ക് ഇതുപോലെ 1 ലിറ്റർ ആയിട്ട് അങ്ങനെ കുടിച്ചു തീർത്താൽ മതിയോ, അല്ലെങ്കിൽ ശരീരത്തിന് സ്വീകാര്യമാവുന്ന ഒരു രീതി ഏതാണ് എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് 3 കവിൾ വെള്ളം, 3 ഫുൾ കവിള് വെള്ളം ഒരു സമയം നമുക്ക് കുടിക്കാം. അതായത് നമ്മുടെ ആമാശയത്തിന്റെ ഉള്ളിലുള്ള തൊലിയുടെ ഒരു അളവാണ് ഈ പറയുന്നത്. അത്രയും തൊലി നനയാനായിട്ടുള്ള ഒരു വെള്ളം, അതാണ് ഇത്രയും 3 കവിൾ. അപ്പൊ അത്രയും വെള്ളം മുഴുവനായിട്ട് ശരീരം അബ്സോർബ് ചെയ്യും ഒറ്റ തവണ. അതിൽ കൂടുതലായിട്ട് നമ്മൾ കുടിക്കുമ്പോൾ അത് വിസർജിച്ച് കളയലാണ് ശരീരത്തിന് ചെയ്യേണ്ടി വരിക. അപ്പൊ അധികമായിട്ട് അങ്ങനെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസർജിക്കേണ്ട അവയവം ഏതാണോ അതിന് കൂടുതൽ ഒരു സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. 1 ദിവസമോ 2 ദിവസമോ കുടിക്കുന്നതോ പോലെയല്ല ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ ഒരു പ്രത്യേക ശീലം തുടർന്നു പോകുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു അമിതമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാവാതിരിക്കാൻ അധികമായിട്ടുള്ള അളവ് വെള്ളം ഒറ്റ അടിക്ക് കുടിക്കുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഞാനിവിടെ സാധാരണ നിർദ്ദേശിക്കാറുള്ളത് 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം വീതം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും. ഏതാണ്ട് ഈ പറയുന്ന 3 ഫുൾ കവിൾ വെള്ളം എന്നുള്ള തരത്തിൽ നമുക്ക് കുടിക്കാൻ സാധിക്കും. പിന്നെ ശരീരത്തിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവുകയില്ല. അപ്പൊ ഇങ്ങനെ ഈ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു രീതി ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ചിലര് പറയും നിന്ന് കുടിക്കരുത്, ഇരുന്ന് കുടിക്കണം എന്നൊക്കെ. അതിന്റെയൊക്കെ അർത്ഥം നിന്ന് കുടിച്ചതുകൊണ്ട് അപകടമെന്നൊന്നുമല്ല, പക്ഷെ ഇത്തിരി സമാധാനപരമായിട്ടായിരിക്കണം, ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ടായിരിക്കണം കുടിക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് ഇരുന്ന് കുടിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വെള്ളം എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കുടിക്കുന്ന ചായയും കാപ്പിയും ഭക്ഷണത്തിലെ ജലാംശവും എല്ലാം, ഇപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജലമല്ലേ, വെള്ളമല്ലേ എന്നുള്ള തരത്തിൽ, ഇപ്പൊ മദ്യം ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണല്ലോ. ഇതെല്ലാം വെള്ളത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഏകദേശം എന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ കുടിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പൊ ചായയും കാപ്പിയും ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അതിനൊരു ഡയൂററ്റിക് ആക്ഷൻ ഉണ്ട്. നമ്മളുടെ ശരീരത്തില് ഉള്ള വെള്ളത്തെ യൂറിനായിട്ട് ഇങ്ങനെ കുറെ പുറന്തള്ളിക്കൊണ്ടിരിക്കും.
മദ്യത്തിനും അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഡീഹൈഡ്രേഷൻ ആണ് അത് കാരണമാവുക. ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവിന് കുറയ്ക്കും, ജലാംശം കുറയ്ക്കും. അപ്പോൾ അത് വെള്ളത്തിന്റെ ഒരാവശ്യം അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചായ, കാപ്പി അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഉത്തേജകങ്ങൾ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളെയും കൂട്ടത്തിൽ കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാപ്പി ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായിട്ട് ദാഹിക്കില്ല. കാരണം ഇടയ്ക്ക് ഒരു ജലം അടങ്ങിയിട്ടുള്ള ഒരു സംഭവം ചെല്ലുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ വളരെ കൂടിയ ഒരു നിർജ്ജലീകരണം അവിടെ സംഭവിക്കുകയും നിർജ്ജലീകരണം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചായ, കാപ്പി എന്നൊക്കെ പറയുന്നത് വളരെയധികം മിനിമം അളവിൽ മാത്രം ഉപയോഗിക്കുക. ഇനി ഉപയോഗിക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം ഒരു തരത്തിലൊരു ആരോഗ്യം ഉണ്ടാക്കാൻ ഇതൊന്നും സഹായിക്കില്ല. എന്നാൽ ആരോഗ്യത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ചായയും കാപ്പിയും നമ്മുടെ വിശപ്പിനെ ബ്ലോക്ക് ചെയ്യും. മിക്കവാറും ആളുകൾ വിശപ്പ് ഉണ്ടാവാതിരിക്കാനാണ് ഇത് കഴിക്കുന്നത്. പിന്നെ ഒരു ഉന്മേഷം ഉണ്ടാവാൻ. ഉന്മേഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഭക്ഷണത്തിന്റെ ജോലിയല്ല. നമുക്കൊരു ഉന്മേഷം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉന്മേഷം ഉണ്ടാവേണ്ടതാണ്, നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല. ശരീരം ഒരു പ്രത്യേക എനർജി, ഇപ്പൊ ഇന്ന് ഇത്രയ്ക്ക് എനർജി നിങ്ങൾക്ക് ചെലവഴിക്കാനായിട്ടുള്ള അനുവാദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുതരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചില ദിവസം രാവിലെ ഒരു ദിവസം നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നു. ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഇപ്പൊ ഈവനിങ് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇത്തിരി ഇടിഞ്ഞൊക്കെ തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ശരീരം പറയുന്നു ഇന്ന് അനുവദിച്ചിട്ടുള്ള എനർജി തീർന്നു തുടങ്ങി. അപ്പൊ നിങ്ങൾ അധ്വാനത്തിന്റെ ഭാരം കുറച്ച് കൊണ്ടുവരിക. അതല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ പ്രവൃത്തികളിലേക്ക് കടക്കുക. ഇതാണ് ശരീരത്തിന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഷയായിട്ട് ശരീരം കാണിക്കുന്നത്. ഒരു ക്ഷീണമൊക്കെ വരുത്തിയിട്ടാണ് ബ്രേക്ക് എടുക്കൂ. പക്ഷെ ആ ക്ഷീണത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു എനർജി കുറവാണ്, ഈ ക്ഷീണം മാറ്റേണ്ടതാണ് എന്ന തരത്തിൽ മനസ്സിലാക്കുകയും ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് ആ ക്ഷീണത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ക്ഷീണത്തെ ഇല്ലാതെയാക്കുമ്പോഴും അവിടെ ചായയോ കാപ്പിയോ ഒരു പ്രത്യേക എനർജി ഒന്നും നമുക്ക് കൊണ്ടുവന്ന് തരുന്നില്ല. മറിച്ച് നമുക്കുള്ളിലുള്ള ഊർജത്തെ, അത് ഒരു കരുതൽ ശേഖരമായിട്ട് ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഊർജത്തെ, ഏറ്റവും അത്യാവശ്യത്തിന് മാത്രം കുറേശ്ശെ മാത്രമേ ഈ എനർജി ശരീരം വിട്ടു തരാറുള്ളൂ. അത്രേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഈ എനർജി ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ്. അപ്പൊ അത് തന്നെ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ കുറച്ച് തരുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ഈ എനർജി നമ്മൾ കുറയുന്ന സമയത്ത്, ഞാൻ പറഞ്ഞ സംഭവമൊക്കെ വിട്ടു, ഇടയിൽ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഇപ്പൊ ശരീരത്തിന്റെ ഭാഷയില് ഇത് ഈ എനർജി വിട്ടുകൊടുക്കില്ല ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. കാരണം ഏറ്റവും അത്യാവശ്യത്തിന് മാത്രം കുറേശ്ശെ മാത്രമേ ഇത് ചെലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. പക്ഷെ നമ്മൾ ഉത്തേജകങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ തന്നെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ശേഖരിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ആ ഊർജത്തെ ശരീരത്തിന് നിവർത്തി കേടുകൊണ്ട് വിട്ടുതരേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇത് കുടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഊർജത്തെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അല്ലാതെ കുടിക്കുന്ന യാതൊന്നും ഒരു എനർജിയും കൊണ്ടുവന്ന് തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തേജകങ്ങളുടെയും ഉപയോഗം പരമാവധി ഒഴിവാക്കുക. 100% ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചാൽ അത്രയും നല്ലത്. പിന്നെ അപ്പൊ ഇതാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ പൊതുവെ നമുക്ക് അപകടകരം എന്ന് പറയാവുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ പറയാറുണ്ട്. ഭക്ഷ്യവസ്തു എന്ന് അതിനെ പറയാനായിട്ട് സാധിക്കില്ല. ഭക്ഷണത്തിൽ രുചി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന അപൂർവം ചില സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ ഒഴിവാക്കണമെന്ന് ജീവനത്തിൽ പറയാറുള്ളത്. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത മുളക് പൊടി, അല്ലെങ്കിൽ കോൽപ്പുളി, പിന്നെന്തൊക്കെയാണ്, പഞ്ചസാര, ഇതൊന്നും ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. മുളക് പൊടി ഭക്ഷണമായിട്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ അതൊരു നമ്മുടെ രുചിമുകളങ്ങൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നവയാണ്. പുളി എന്ന് പറയുന്നത് ഇപ്പൊ കോൽപ്പുളി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതും ഈ രുചിമുകളങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കണം. ഇപ്പോ ജീവനത്തിൽ ഉപവാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാധാരണ പുറത്തുനിന്നുള്ള ഒരു ഫുഡ് കഴിക്കുമ്പോൾ കൂടിയ ഉപ്പ്, കൂടിയ എരിവ്, കൂടിയ പുളി എല്ലാം കൂടുതലാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊക്കെ സാധാരണമാണ് എന്നുള്ള തരത്തിൽ കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ
ഇതൊക്കെ ഭയങ്കരമാണ്. ഇപ്പൊ ഒരു പഴം കഴിക്കുമ്പോൾ പോലും ഭയങ്കര മധുരമുള്ള പഴം എന്ന തരത്തിൽ അനുഭവപ്പെടും. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ രുചിമുകുളങ്ങൾ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് അതിനിപ്പോ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ അനാരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഉത്തേജിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുക വഴി നിരന്തരമായിട്ട് അമിതമായിട്ടുള്ള ഒരു അധ്വാനം രുചിമുകുളങ്ങൾ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് പതിയെ പതിയെ കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ടൊക്കെ പതുക്കെ പതുക്കെ രുചി നമുക്ക് അധികം സെൻസ് ചെയ്യാൻ പറ്റായിക വരും. ഇപ്പൊ വളരെ പ്രായം ചെന്നവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പറയില്ലേ, ഇതിനൊന്നും ഒരു ഉപ്പും പുളിയും ഇല്ലല്ലോ. അപ്പൊ ഉപ്പും പുളിയും ബാക്കിയുള്ളവർക്കുണ്ട്, ഇവർക്ക് തോന്നാത്തത് കാലം കൊണ്ട് ആ രുചിമുകുളങ്ങൾ അത്യാവശ്യം പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ പരമാവധി മിനിമം മസാലകളിൽ മിനിമം ഉപ്പ്, മിനിമം എരിവ്, അല്ലെ മിനിമം പുളി എന്ന തരത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ട് ശീലിക്കേണ്ടതുണ്ട്. ഇപ്പൊ നേരത്തെ സംഗീതയുടെ കുട്ടിക്ക് 8 മാസമായിട്ടുള്ള, അപ്പൊ ഉപ്പ് ചേർത്തിട്ട് പച്ചക്കറി വേവിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ് വേണ്ട എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചത്. കാരണം കുട്ടി ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ചോറിലും കറികളിലും ഉപ്പ് വേണമെന്ന് കുട്ടിക്ക് യാതൊരു നിർബന്ധവും ഇല്ല, ചെറിയൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾ ശീലിപ്പിക്കണം. കാരണം പ്രകൃതിയിൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സോൾട്ട് നമ്മൾ ഒരിക്കലും ഭക്ഷണമായിട്ട് കഴിക്കുന്നൊന്നുമില്ല. എപ്പോഴോ എവിടെന്നോ നമ്മുടെ ഭക്ഷണത്തിൽ കയറി കൂടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് ശീലമായി എന്നുള്ളതുകൊണ്ട് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. പക്ഷെ പരമാവധി ചെറുപ്രായത്തിലൊക്കെ ഇതൊക്കെ ഒഴിവാക്കി തന്നെ ശീലിക്കുക. ഒരു പ്രത്യേക ഘട്ടത്തും എന്തായാലും അവരിതൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ആ തുടക്കത്തിലുള്ള ഏറ്റവും ആരോഗ്യം ഉള്ള ഒരു കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 25 വർഷമാണ്. ആദ്യത്തെ ഒരു 25 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നതിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ, ഒരു പരിധി വരെയെങ്കിലും. ബ്രെയിൻ്റെ ഒക്കെ നിർമ്മിതി പൂർത്തീകരിക്കുന്നത് 25-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴാണ് അത്ര. അപ്പൊ ആദ്യത്തെ വർഷങ്ങളിലെങ്കിലും ഏറ്റവും വൃത്തിയായിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഏറ്റവും ചെറുപ്പകാലത്ത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ കൊടുക്കുന്നതാണ് അവരുടെ രുചി നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രായമാണ് ആദ്യത്തെ ഒരു 2-3 വയസ്സെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഉപ്പും മുളകിനൊന്നും വലിയ പ്രാധാന്യമില്ലാതെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ അതായിരിക്കും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രുചിയായിട്ട് വരിക. പിന്നെ അവരെന്തൊക്കെ കഴിച്ചാലും ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയില്ലേ, എന്റെ അമ്മൂമ്മ ഉണ്ടാക്കാറുള്ള ചമ്മന്തി അല്ലെങ്കിൽ അമ്മൂമ്മ ഉണ്ടാക്കാറുള്ള ഈ കറി എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയുമല്ലോ. എന്തുകൊണ്ട് അതങ്ങനെ നമ്മുടെ രുചിയായിട്ട് നിൽക്കുന്നത്? പിന്നീട് നമുക്കത് കിട്ടുന്നില്ല. പല വേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിച്ചു പോകുമ്പോഴും ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പറയും. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിലേ പോകുള്ളൂ. അത് കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ് മാറിപ്പോകുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ചെറുപ്പകാലത്ത് രുചി നമ്മുടെ തലയിൽ ഉറക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കുറഞ്ഞ ഉപ്പ് അല്ലെങ്കിൽ ഉപ്പില്ലായിക, ഏറ്റവും കുറഞ്ഞ എരിവ്, അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചാൽ വളരെ നല്ലത്. നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള അധിക മസാലകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ട് ശീലിക്കുക. അപ്പൊ ഭക്ഷണത്തിന്റെ ഇതിൽ നമ്മളിപ്പോ പറഞ്ഞത് പുളി, ഉപ്പ്, എരിവ് അതൊക്കെ മിതമാക്കുക എന്നുള്ളതാണ്. ഇനി ഒഴിവാക്കുക എന്ന് പറയുന്നത് മറ്റേ മുളക് പൊടിയൊക്കെ പോലെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം അത് ദഹിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്പം പോലും എല്ലാ ആഹാരങ്ങളും ഇപ്പൊ നമ്മൾ കഴിക്കുന്നതിൽ എല്ലാം ദഹിക്കണമെന്നൊന്നുമില്ല. ചിലത് ദഹിക്കായികയൊക്കെ വരാം. പക്ഷെ ദഹിക്കായിക വരുന്നതൊക്കെ മോഷൻ വഴി ശരീരം പുറന്തള്ളുന്നുണ്ട് ഒരു പരിധി വരെയെങ്കിലും. പക്ഷെ മുളക് ഉണങ്ങിയിട്ടുള്ളത് അതിന്റെ തൊലിയും കുരുവും ദഹിക്കില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ കുടലിന്റെ പല ഭാഗങ്ങളിലായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് ബോഡിക്ക് വിസർജിച്ച് കളയാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ ഇരിക്കുന്നിടത്തോളം അതിൽ ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ആ കെമിക്കൽസ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതും കൂടാതെ കഫം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എല്ലായ്പ്പോഴും ഒരു കഫം ഉള്ള ഒരു ശരീരപ്രകൃതിയായിട്ടൊക്കെ നമ്മൾ മാറും. പ്രത്യേകിച്ച് ഒരു കാരണവും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റണമെന്നില്ല. ഇപ്പൊ ചുവന്ന മുളക് എല്ലാ തരത്തിലും വെജിൽ നിന്നും നോൺ വെജ് ആഹാരങ്ങളിൽ നിന്നും എല്ലാം മുഴുവനായിട്ട് ഒഴിവാക്കി കളയണം. കാരണം നമുക്ക് എല്ലാറ്റിനും ബദൽ സംവിധാനങ്ങളും ഉണ്ട്. എരിവിന് ചുവന്ന മുളക് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഉണ്ടല്ലോ, കുരുമുളകും പച്ചമുളകും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതേപോലെയുള്ളതാണ് വാളൻപുളി എന്ന് പറയുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒഴിവാക്കാൻ പറയുന്ന ഒന്നാണ്. കാരണം അതും ഏതൊരു ആഹാരത്തിനോടൊപ്പം ചേരില്ല. എന്തിനോട് ചേർത്ത് കഴിച്ചാലും ആ ചേർത്ത് കഴിക്കുന്നത് എന്താണോ അതിന്റെ ദഹനം കൃത്യമായിട്ട് നടക്കില്ല. ഇത് നമ്മൾ ആഹാരമായിട്ടല്ല വാളൻപുളി ഉപയോഗിക്കുന്നത്, ആഹാരത്തിന് രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്.
പ്രധാന ആഹാരമായി എടുത്തിട്ടുള്ളതിന് ദഹനം സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് വീണ്ടും അധ്വാനം കൂടുതലാവുകയും. അപ്പൊ എല്ലായ്പ്പോഴും നമ്മൾ ഒരു ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പരമാവധി കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതുള്ളൂ. ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആരോഗ്യം കുറയാതിരിക്കാനായിട്ടുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്യാം. കാരണം ആരോഗ്യം ഉണ്ടാക്കുക, രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് ശരീരത്തിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പറയും ഇത് കഴിച്ചാൽ, നെല്ലിക്ക കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അത് തെറ്റാണ്. ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ഇതൊക്കെ സഹായകരമാണ്. കാരണം ഇതിലൊക്കെ പല തരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം ആരോഗ്യകരം തന്നെ. പക്ഷെ ഒരു പ്രത്യേക ആഹാരം കഴിച്ചതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും എന്ന് കരുതരുത്. ആരോഗ്യത്തിന് നമുക്ക് ഇതൊക്കെ ചെയ്യാം, ആരോഗ്യം നിലനിർത്താൻ, അല്ലെങ്കിൽ കുറഞ്ഞു പോവാതിരിക്കാൻ. ആ ഒരു തരത്തിൽ ചിന്തിക്കാവൂ. അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തെറ്റായിട്ടുള്ള ഒരു അറിവ് വരും. അതായത് എന്റെ ആരോഗ്യം എന്റെ കൈകളിലാണ്, അതായത് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള എല്ലാ ശേഷിയും എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യത്തെ തകരാൻ അനുവദിക്കാനും നമുക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. കാരണം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളൊരു തോന്നൽ വന്നു പോകും. അത് കൊണ്ടുവരല് നമ്മുടെ കൈകളിലല്ല. തകരൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കും. നമ്മുടെ ശ്രദ്ധയൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു അധിക കാലമൊന്നും വേണ്ടി വരില്ല നമ്മുടെ ആരോഗ്യം അത്രയും മോശമായി പോകാനായിട്ട്. പക്ഷെ അതിനെ ഉയർത്തിക്കൊണ്ടുവരൽ അത് ശരീരത്തിന്റെ പ്രാണോർജ്ജം എത്രത്തോളം ഉണ്ട് അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും. അതുകൊണ്ട് പരമാവധി ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യം മോശമാവാൻ, ആരോഗ്യം കുറയാനായിട്ട് ചുറ്റും അത്രയധികം കാരണങ്ങളുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളോ, അതല്ലെങ്കിൽ വലിയ കൂടിയ പിരിമുറുക്കങ്ങളോ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റായിക ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ് ഇതെല്ലാം ചുറ്റുമുള്ളത്. നമുക്ക് ആകെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏരിയകൾ എന്തൊക്കെയാണ്? ഈ ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിൽ മാത്രമാണ് കറക്ഷൻ വരുത്തണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത്. എല്ലാവരും ഇപ്പൊ മൊത്തം അന്തരീക്ഷത്തിലുള്ള ഒരു വിഷാംശത്തെ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു അംശത്തെ, ഒരു വായുവിനെ ഇല്ലാതെയൊക്കെ നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലെ കെമിക്കൽസിന്റെ കണ്ടൻസിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പരിമിതി ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിലും ചെയ്യുക, അത്രയാണ് നിർദ്ദേശിക്കുന്നത്. ഇനി ഇപ്പോ അരുതാത്തത് ആണ് 2-3 കാര്യങ്ങൾ പറഞ്ഞത്. പഞ്ചസാരയും ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. കാരണം പഞ്ചസാര ഒരു ഭക്ഷണമല്ല, കരിമ്പ് ഭക്ഷണമാണ്. കരിമ്പിൽ നിന്നൊക്കെ തന്നെയാണ് പഞ്ചസാര ഉണ്ടായി വരുന്നത്. പക്ഷെ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സിംഗ് നടന്ന് പഞ്ചസാരയായിട്ട് വരുമ്പോഴേക്കും അതിൽ നിന്നും ചില ന്യൂട്രിയൻസ് ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് ഒഴിവാക്കി, ഇപ്പൊ കാൽഷ്യം ഒഴിവാക്കേണ്ടതുണ്ട്, ഫോസ്ഫറസ് ഒഴിവാക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പഞ്ചസാര എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പൊ പല ന്യൂട്രിയൻസ് ഒഴിവായി പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മൾ എന്ത് ഒരു ആഹാരം കഴിക്കുമ്പോഴും ആ ഒരു പ്രത്യേക ആഹാരത്തെ, ഇപ്പൊ പ്രകൃതിയിൽ കരിമ്പാണ് നമുക്ക് വായിൽ പഞ്ചസാരയായിട്ട് വരുന്നത്. അപ്പോൾ ശരീരം ഈ പഞ്ചസാരയെ കരിമ്പായിട്ടാണ് സെൻസ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കരിമ്പിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ഈ ഒരു പഞ്ചസാരയിൽ ഉണ്ടായിരിക്കണം. പഞ്ചസാരയിൽ മാത്രമല്ല, ഇതുപോലെയുള്ള എല്ലാം. ഇപ്പൊ പ്രോസസ്ഡ് ഫുഡുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് പൊതുവെ പറയുമല്ലോ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന്റെ കാരണമാണ് ഈ പറയുന്നത്. ഈ ഒരു പ്രോസസ്സിങ് നടക്കുമ്പോൾ കുറെ എലമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ ഇന്നൊരു ആഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു പ്രത്യേക ബിസ്ക്കറ്റ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു കരിമ്പായിട്ടാണ് ഞാൻ പഞ്ചസാര കഴിക്കുന്നത് ശരീരത്തിന്റെ ഭാഷയിൽ. അപ്പോൾ കരിമ്പിലുള്ള സകലതും ഈ പഞ്ചസാരയിൽ ഇല്ലെങ്കിൽ അത് ശരീരത്തിൽ നിന്നും എടുക്കും അത്രേ. അപ്പൊ ഇപ്പൊ കാൽഷ്യം എന്ന് പറയുന്നത് പഞ്ചസാരയിൽ ഇല്ല, പക്ഷെ കരിമ്പിലുണ്ട്, നല്ലവണ്ണം കാൽഷ്യം ഉണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അളവിൽ കുറവ് വരും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പല്ലുകള് മധുരം അധികം കഴിച്ചാൽ പല്ലുകൾ കേടുവരുന്നത് വായിൽ മധുരം ഇരുന്നിട്ടല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ ഉള്ളത് എല്ലുകളിലും പല്ലുകളിലും ഒക്കെയാണ്. ഇതധികമായിട്ട് കഴിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വിനിയോഗിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെയൊരു കാര്യം കൂടി പറയുന്നുണ്ട് സയൻസ്.
അപ്പോൾ പരമാവധി പ്രകൃതിയാലുള്ള അവസ്ഥയിൽ ഓരോ ആഹാരങ്ങളും കഴിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇവിടെ എന്ത് പറ്റി?